പാർട്ടി നോക്കി ചെയ്യുന്നുണ്ട്, പാർട്ടി നോക്കി വികസനം ചെയ്യുന്നുണ്ട്, പാർട്ടി നോക്കിയ ജോലി കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് ഇവിടെ നമ്മളെ കേരളം എത്തിക്കഴിഞ്ഞു. പാർട്ടിയല്ല സ്ഥാനാർത്ഥിയായി നോക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടേ വോട്ട്. പബ്ലിക്കിന് വേണ്ടി ഒപ്പീനിയൻ വർക്ക് ചെയ്ത് നേടുന്നവൻ, ക്വാളിറ്റി ഓഫ് വർക്ക്. രാജ്യത്ത് നോക്കുകയാണ് ചെയ്യേ, അല്ല പാർട്ടിയും വ്യക്തിയൊന്നൊരു വിഷയമേ അല്ല. നമ്മളെ വ്യക്തിപരമായിട്ട് കൊള്ളാമെന്നുള്ളത്. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയിരിക്കുകയാണ്. ഓരോ പാർട്ടികളും വമ്പൻ പ്രചാരണ പരിപാടികളുമായി രംഗത്തിറങ്ങുമ്പോൾ തങ്ങൾ തന്നെ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഓരോ പാർട്ടിയും. എന്നാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവർ പാർട്ടി നോക്കിയാണോ അതോ സ്ഥാനാർത്ഥികളെ നോക്കിയായിരിക്കുമോ വോട്ട് നൽകുന്നത്? അവർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണല്ലോ ചേട്ടാ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളെ നോക്കിയാണോ അതോ പാർട്ടിയെ നോക്കിയാണോ വോട്ട് നൽകേണ്ടത്? സ്ഥാനാർത്ഥിയെ നോക്കും, പാർട്ടിയും നോക്കും. ഇപ്പം കൂടുതലും പാർട്ടി നോക്കി ചെയ്യുന്നവർ തന്നെ. പാർട്ടി നോക്കി വോട്ട് ചെയ്യാൻ കാരണം പാർട്ടി നോക്കി ചെയ്യുന്നുണ്ട്, പാർട്ടി നോക്കി വികസനം ചെയ്യുന്നുണ്ട്, പാർട്ടി നോക്കിയ ജോലി കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് ഇവിടെ നമ്മളെ കേരളം എത്തിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ പിന്നെ പൈസ മുടക്കി പഠിച്ചവരെല്ലാം വീട്ടിനകത്തിരിക്കും. നമ്മുടെ ഒരു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെല്ലാം നോക്കുമ്പോൾ ഏത് പാർട്ടിയായിരിക്കും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ്? അത് പറയാൻ പറ്റില്ല. അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ പിന്നെ സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ ഏത് പാർട്ടിയാണ് വരണമെന്നുള്ളത് പറയാൻ പറ്റില്ല. CPM നിലനിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? CPM ഒരു പ്രതീക്ഷയുണ്ട്. CPM ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇപ്പം ഈ ആൾക്കാർക്ക് വിലക്കയറ്റമാണ് മെയിൻ പ്രശ്നം. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ തക്കാളി വില കഴിച്ചപ്പം കിലോ 95 രൂപയായി. 95 രൂപ തക്കാളി എത്തിക്കുകയാണ്. അതേപോലെ പച്ചക്കറികൾ വിലക്കയറ്റം മെയിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും വില നിലവാരം പിടിച്ചു പറ്റും ജനങ്ങൾ അതൊക്കെ നോക്കിയേ വോട്ട് ചെയ്യുള്ളൂ. വിലക്കയറ്റം ഒക്കെ നോക്കിയിട്ട് ജനങ്ങൾ ആർക്ക് ചെയ്യണം പറയാൻ പറ്റില്ല. മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല ആരാണ് എന്തിനാണെന്നത്. പാർട്ടിയെ നോക്കിയാണ് വോട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ, രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പം പിടിക്കാൻ ചാൻസ് ഉള്ളത് ആർക്കാണെന്ന് തോന്നുന്നു? വരുന്ന സ്ഥാനമനുസരിച്ച് വീണ്ടും ഒന്നുകൂടെ പിണറായി വിജയം വരണമെന്നാണ്. CPM തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം അത്രയ്ക്കും വേണ്ടിയുള്ള ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് വരെ അങ്ങനെ പാർട്ടി അങ്ങനെ നോക്കിയിട്ടില്ല. സ്ഥാനാർത്ഥിയെ നോക്കി തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ കോർപ്പറേഷൻ ഇത്തവണ പിടിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്ന് തോന്നുന്നു? അതെനിക്കറിയില്ല. നമ്മൾ പാർട്ടിയെ നോക്കിയാണ്, പാർട്ടിയല്ല സ്ഥാനാർത്ഥിയായി നോക്കുന്നത്. ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ പാർട്ടി വ്യക്തിയെ നോക്കിയാണ്. നല്ല വ്യക്തി ആരാണോ അവരൊക്കെ ചെയ്യുള്ളൂ. പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ നല്ല വ്യക്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വേറെ വ്യക്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇവിടെയാണ് വാർഡ്, പൂന്തറ വാർഡാണ്. അപ്പോൾ നമ്മൾ നല്ല വ്യക്തി നോക്കിയേ ചെയ്യുള്ളൂ, പാർട്ടി നോക്കില്ല. അങ്കിളെ ഇപ്പം സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഈ സ്ഥാനാർത്ഥികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏത് പാർട്ടിയായിരിക്കും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉള്ളത്? തിരുവനന്തപുരം മൊത്തം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഏരിയ നോക്കണമെങ്കിൽ യാതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇടതും വലതിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണ അത് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇടതിലും വലതും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കത് തുറന്ന് പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടേ വോട്ട് ചെയ്യും. പിന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് പാർട്ടിയല്ല പ്രശ്നം, സ്ഥാനാർത്ഥിയുടെ സ്വഭാവവും അവൻ്റെ പ്രവർത്തനവുമാണ്. ഒരു പൊതുസേവകനാണെങ്കിൽ അവനങ്ങനെ വോട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ പൊതുസേവകനെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളെ സേവിക്കുവാനുള്ളൊരു പ്രത്യേക മനസ്സും കഴിവും ചാരിതാർത്ഥ്യ ബോധവും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ പൊതുസേവകനെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സാധാരണ ജനങ്ങൾ പൊതു സേവകനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്യും. സാർ, നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉള്ളത് ഏത് പാർട്ടിക്കാണെന്ന് തോന്നുന്നു? അത് വ്യക്തമായി പറയാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സംസ്കാര മേഖലയാണ്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ പ്രാതിനിധ്യം കണക്കെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായി പ്രവർത്തിച്ച് പക്വതയാർന്ന ആൾക്കാരെ കണ്ടെത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യും.
CPM തന്നെ തുടരുമെന്ന് തോന്നുന്നുണ്ടോ? CPM തന്നെ തുടരും എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം CPMൻ്റെ ഭാഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് ഈ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തത് ശരിയാണ്. പക്ഷേ അതിനപ്പുറം ഒരു വലിയൊരു പാളിച്ച അവർക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് വിവാദങ്ങളല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു ഈശ്വരശക്തിയാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ ചുവന്നു മാറ്റിയത് ആ ശക്തി കൊണ്ട് തന്നെയാണ് ആ കരങ്ങൾക്ക് വിലങ്ങ് വയ്ക്കുവാനുള്ള അവസരം കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ അവസരം നഷ്ടപ്പെടുമെന്നാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും വേണം. ഒന്ന്, ഇന്ത്യയിൽ സ്ട്രോങ് ആകുന്ന പാർട്ടി ഏതെല്ലാം സ്ഥാനാർത്ഥിയോ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി, ഒബ്സർവേഷൻ, പെർഫോമൻസ് ആൻഡ് ജനറേഷൻ ഒപ്പീനിയൻ. എക്സ് എയർഫോഴ്സാണ് ഞാൻ. എക്സ് എയർഫോഴ്സ് എസ് ഗൾഫ് ആൻഡ് ഐ നോ ടു ഹൂം ഐ ഷുഡ് വോട്ട്. ഞാൻ വോട്ട് ചെയ്യുന്നവൻ ഇതുവരെയായിട്ടും ദ ബെസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വോട്ടിംഗ് ഡേറ്റ് മുതൽ ഫ്രം തമിഴ്നാട് കാമരാജ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ നേശമണി, പിന്നെ വേറൊരാളെ പേര് പറഞ്ഞത്, അതുപോലെ രാജഗോപാൽ. BJP അല്ല ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിലെ CM രാജഗോപാൽ, പിന്നെ നമ്മുടെ ശശി തരൂർ, അത് കോൺഗ്രസ്സായിരുന്നു. ശശി തരൂരിനെ വോട്ട് ചെയ്തത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ ചീഫ് മിനിസ്റ്റർ TK വാസുദേവൻ, അത് ട്രിവാൻഡ്രത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. വയസ്സ് 78. സോ ഐ ആൾവേസ് പ്രിഫർ ദ ബെസ്റ്റ് പെർഫോമർ, ദ ബെസ്റ്റ് ഹാർഡ് വർക്കർ, പബ്ലിക്കിന് വേണ്ടി ഒപ്പീനിയൻ വർക്ക് ചെയ്ത് നേടുന്നവൻ, ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ഹിസ് പേഴ്സണൽ എബിലിറ്റി, ദെൻ പാർട്ടി. ആൻഡ് പാർട്ടി സ്ട്രോങ്, ദിസ് ആൾ ഷുഡ് കം ബാക്ക് ആൻഡ് ഓൺലി പാർട്ടി വിൽ ബി സ്ട്രോങ്. അപ്പോൾ ആ പൊളിറ്റിക്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഷുഡ് പബ്ലിക് സർവീസ് ആദ്യം ചെയ്യണം. അതുവഴി പാർട്ടി ഡെവലപ്പ്, അതുവഴി പാർട്ടി തിരിച്ചു വരണം. സാർ, നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത് ഏത് പാർട്ടി ആയിരിക്കും എന്ന് തോന്നുന്നു? See, when I say such opinion, it will become a publicity. You are taking photography, so I should not disclose such thing. കാരണം വോട്ട് ചെയ്തില്ല, കൗണ്ട് ചെയ്തില്ല. ബിക്കോസ് ഇഫ് ഐ സേ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഐ ഷുഡ് കീപ് ഇൻ മൈൻഡ്, ഷുഡ് നോട്ട് ബി പബ്ലിസിറ്റി. കാരണം ദാറ്റ് വിൽ ക്രിയേറ്റ് എ പബ്ലിക് എവിഡൻസ് ഫോർ ക്രിറ്റിസൈസിങ്. ഈവൻ TV-യിൽ നാളെ എല്ലാ ചാനലിൽ വന്നെന്ന് വരും വിത്ത് മൈ ഫോട്ടോഗ്രാഫി. സോ ഐ ഷുഡ് നോട്ട് commit that. Sorry for your... രാജ്യത്ത് നോക്കിയോണം ചെയ്യേ, അല്ല പാർട്ടിയും വ്യക്തിയെന്നൊരു വിഷയമേ അല്ല, രാജ്യമാണ് പ്രധാനം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉള്ളത് ഏത് പാർട്ടിക്കാണ്? രാജ്യത്തെ അല്ലെങ്കിൽ തലസ്ഥാനത്ത് സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിരിക്കും അതിൻ്റെ പ്രാധാന്യം. അവരായിരിക്കും ജയിക്കേണ്ടത്. നിലനിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്തോ CPM ആണിപ്പോൾ അതൊക്കെ പോയില്ല. ആ പാർട്ടിക്ക് കാലഘട്ടപ്പെട്ടു പോയ പാർട്ടികളാണ്. അതിനെന്തുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പുനരുദ്ധാരണം നടത്തിയാൽ പോലും രക്ഷപ്പെടില്ല. മനസ്സിലായില്ലേ? രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബീഭത്സമായ ഒരു പാർട്ടിയാണ്. അവരെന്തായാലും തുടരില്ല എന്നാണ് തോന്നുന്നത്. സംശയമൊന്നും അത് അപ്പോഴും കണ്ടതുപോലെ ചെയ്യും. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്ന് തോന്നുന്നു? ആരാന്നറിയില്ല. CPM തന്നെ തുടരുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, CPM വരും തോന്നുന്നുണ്ട്. വ്യക്തിയെ നോക്കി തന്നെയാണ് അങ്ങൾ കൊടുക്കാൻ പോകുന്നത്. രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത്. എന്തുകൊണ്ടാ വ്യക്തിയെ നോക്കി കൊടുക്കാൻ കാരണം? അയാൾ നമ്മുടെ നാട്ടിൽ കൊള്ളാമെന്നുള്ളൊരു കക്ഷിയായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉള്ളത് ആർക്കായിരിക്കും എന്ന് തോന്നുന്നു? അത് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികളും കുഴപ്പത്തില്ല. കുഴപ്പമുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ആ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നമ്മളെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം നമ്മളെ വ്യക്തിപരമായിട്ട് കൊള്ളാമെന്നുള്ള ആളുകളെ, കാരണം നമുക്ക് കൊള്ളാമെന്നുള്ള ആളുകളെ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമല്ലേ, അതാണ് നമ്മുടെ ആവശ്യം. ആര് നല്ലത് ചെയ്യുന്നു അവർക്ക് കൊടുക്കും, അത്രയും. കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉള്ളത് ആർക്കാണെന്ന് തോന്നുന്നു? അത് അറിയാൻ പറ്റില്ല.